വാട്സാപ്പിൽ ഒരാൾക്ക് ഹായ് അയച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ലൊക്കേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുമോ? അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുമോ? എന്നാൽ സാധിക്കും. ഒരു ടെക്നിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹായ് അയച്ചാൽ മതി, അദ്ദേഹത്തിൻ്റെ ലൊക്കേഷൻ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ഇതൊരു ഹാക്കിങ്ങോ ട്രാക്കിങ്ങോ ഒന്നുമല്ല. ഇതിനർത്ഥം ലോകത്തിലുള്ള എല്ലാവരുടെയും വാട്സാപ്പിൽ ഒരു ഹായ് അയച്ചു കഴിഞ്ഞാൽ അവരുടെയൊക്കെ ലൊക്കേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും എന്നല്ല. നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ വേണ്ടപ്പെട്ടവർ, നമ്മുടെ മക്കൾ, നമ്മുടെ അമ്മ, അവർ വീട്ടിൽ നിന്നും ഒരു അത്യാവശ്യ ഘട്ടത്തിന് പുറത്തു പോയി വരേണ്ട സമയമായിട്ടും അവർ തിരിച്ച് വരുന്ന കാണുന്നില്ല. സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിലൊക്കെ ഒരു ആധി ഉണ്ടാകും. അവരെവിടെ പോയി? കോൾ ചെയ്തിട്ടും അവരെടുക്കുന്നില്ല. ചിലപ്പോൾ സൈലൻറ്റിലായിരിക്കും, ചിലപ്പോൾ ബാഗിൻ്റെ അകത്തായിരിക്കും ഫോണ്, അവരെടുക്കുന്നില്ല. അപ്പോൾ ഇതുപോലെ ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് ഒരു ഹായ് അയച്ചാൽ മതി, അവരുടെ ലൊക്കേഷൻ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ഇതെങ്ങനെയെന്ന് ഇന്നത്തെ വീഡിയോ കണ്ട് മനസ്സിലാക്കുക. ഇതിനായിട്ട് ചെറിയൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും കമൻറ്റ് ബോക്സിലോ ഡിസ്ക്രിപ്ഷനിലോ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ സൈറ്റാണ് ഓപ്പൺ ആകുക. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇൻസ്റ്റാൾ ആപ്പ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ടാകും. അവിടെ ക്ലിക്ക് ചെയ്താൽ മതി, ഈ ഒരു ആപ്ലിക്കേഷൻ കാണാം, ഡൗൺലോഡ് ചെയ്യാം. എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുക, എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത എന്നൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് നമുക്ക് കണ്ട് മനസ്സിലാക്കാം. സമയം കളയാതെ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ആരുടെ ലൊക്കേഷനാണ് നിങ്ങൾക്ക് അറിയേണ്ടത്? അവരുടെ മൊബൈലിലാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കേണ്ടത്. എന്നിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും കാണിക്കുക. ഇവിടെ നെക്സ്റ്റ് പോവുക, ഇങ്ങനെ സ്വൈപ്പ് ചെയ്താൽ മതി. എന്നിട്ട് ഇവിടെ ഫിനിഷ് എന്ന് കാണും, അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ നെക്സ്റ്റ് എന്ന് കാണാൻ സാധിക്കും, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കാണിക്കും. ഇവിടെ ഗീവ് പെർമിഷൻ എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തത് ഇവിടെ എവിടെയെങ്കിലും കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഓഫിലായിരിക്കും ഉണ്ടാകുക. അതൊന്ന് ഓൺ ചെയ്ത് കൊടുത്തിട്ട് പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒന്ന് ബാക്ക് വരിക, വീണ്ടും ഒന്ന് ബാക്ക് വരിക. ഇവിടെ ക്രിയേറ്റ് എന്നൊരു ഭാഗം ബ്ലിങ്ക് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും, അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ ഈ ഒരു കോളത്തിൽ നിങ്ങൾക്ക് എന്ത് മെസ്സേജ് അയച്ചാലാണ് അവരുടെ ലൊക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കേണ്ടത് അതിവിടെ ടൈപ്പ് ചെയ്യുക. എന്തും ടൈപ്പ് ചെയ്യുക കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ സ്മോൾ ലെറ്ററിൽ ഹായ് എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. അതിനുശേഷം ഇവിടെ താഴെ സെൻഡ് ബാറ്ററി ലെവൽ, അവരുടെ ബാറ്ററി ലെവൽ നമുക്ക് അറിയണമെങ്കിൽ ഇവിടെ ടിക്ക് മാർക്ക് കൊടുക്കുക. പിന്നെ ഇവിടെ നെറ്റ്വർക്ക് ക്വാളിറ്റിയും കൂടി അറിയണമെങ്കിൽ ഇവിടെ ടിക്ക് മാർക്ക് കൊടുക്കുക. ബാക്കിയൊക്കെ പ്രീമിയം വേർഷൻ ഉള്ളവർക്ക് മാത്രമാണ് ലഭിക്കുക. ഇവിടെ ഡൺ എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. ഫ്രീ വേർഷൻ ആയതുകൊണ്ട് ഇതുപോലെ പരസ്യം വരും. ആദ്യത്തെ സെറ്റപ്പിൽ മാത്രമേ പരസ്യം വരികയുള്ളൂ. അത് തീരുന്നവരെ വെയിറ്റ് ചെയ്തിട്ട് ഇതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം ഇവിടെ സെറ്റിംഗ്സ് എന്ന പുതിയൊരു ഓപ്ഷനും കൂടി വരും, അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ മെയിൻ സെറ്റിംഗ്സിലേക്ക് പോകും. ഇവിടെ പെർമിഷൻസ് എന്ന ഈ ഒരു ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ ലൊക്കേഷൻ എന്ന ഈ ഒരു ഭാഗം സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ അലോ ഓൾ ദ ടൈം എന്ന ഈ ഒരു ഭാഗം മാത്രം നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ബാക്ക് വരാം. ഇപ്പോൾ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി അവരുടെ മൊബൈലിൽ ഈ ഒരു ആപ്ലിക്കേഷൻ കാണണ്ട എങ്കിൽ അതൊന്ന് ഹൈഡ് ചെയ്ത് വെച്ചാൽ വളരെ നല്ലതായിരിക്കും. ഓക്കെ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. എന്നാലും നിങ്ങൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതൊന്ന് ഹൈഡ് ചെയ്ത് വെക്കാം. അതിനായിട്ട് ചെയ്യേണ്ടത് എല്ലാ മൊബൈലിലും ആ സെറ്റിംഗ്സ് ഉണ്ടാകും. മൊബൈലിലെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ സെർച്ച് ബാറിൽ ഹൈഡ് എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഹൈഡ് ആപ്സ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഹൈഡ് ആപ്സ് എന്ന ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. ചിലപ്പോൾ പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടതായിട്ട് വരും. ഇഷ്ടമുള്ള ഒരു പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്യുക. ഞാനിപ്പോൾ 1 2 3 4 5 6 അത് എൻ്റർ ചെയ്തു. ഓക്കെ, അപ്പോൾ ആപ്ലിക്കേഷൻ എല്ലാം ഇവിടെ കാണാൻ സാധിക്കും. ഏതാണ് നിങ്ങൾക്ക് ഹൈഡ് ചെയ്യേണ്ടത് ആ ആപ്ലിക്കേഷൻ ഇവിടെ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഹൈഡ് എന്ന ഭാഗം സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഡൺ കൊടുക്കുക. ഇനി നിങ്ങൾ ബാക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ മൊബൈലിൽ എവിടെ തെരഞ്ഞു പിടിച്ചു കഴിഞ്ഞാലും കാണാൻ സാധിക്കുകയില്ല. ഓക്കെ, ആവശ്യമുണ്ടെങ്കിൽ മാത്രം അങ്ങനെ ചെയ്താൽ മതി. സെറ്റപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ മറ്റൊരു മൊബൈലിൽ എൻ്റെ ഈ ഒരു മൊബൈലിലേക്ക്, അതായത് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത ആ മൊബൈലിലേക്ക് ഞാനിപ്പോൾ ഒരു ഹായ് അയക്കുകയാണ്. ഓക്കെ, സ്മോൾ ലെറ്ററിലാണല്ലോ ഞാനിപ്പോൾ അതിൽ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതേ സ്മോൾ ലെറ്ററിൽ ഞാനിപ്പോൾ ടൈപ്പ് ചെയ്ത് ഇവിടെ സെൻഡ് കൊടുക്കുകയാണ്. സെൻഡ് കൊടുത്ത സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ഇവിടെ അവരുടെ ലൊക്കേഷൻ വന്നു കഴിഞ്ഞു. കണ്ടോ, ഇവിടെ ബാറ്ററി പെർസെൻറ്റേജ് 52% നെറ്റ്വർക്ക് ഗുഡ് എന്നും കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഞാൻ മറ്റൊരു മെസ്സേജ് ഇവിടെ ടൈപ്പ് ചെയ്യാണ്. വ്യത്യസ്തമായ മറ്റൊരു മെസ്സേജ് ഇവിടെ ടൈപ്പ് ചെയ്ത് സെൻഡ് കൊടുത്തു. അങ്ങനെ സെൻഡ് കൊടുത്താലൊന്നും നമുക്ക് ലൊക്കേഷൻ ലഭിക്കുകയില്ല. കണ്ടോ, മെസ്സേജ് സെൻഡ് ആയിട്ടുണ്ട്, പക്ഷേ ലൊക്കേഷൻ ലഭിക്കുകയില്ല. ഇനി അതേ മെസ്സേജ് തന്നെ ഞാനിവിടെ ടൈപ്പ് ചെയ്യാണ്. സ്മോൾ ലെറ്ററിൽ ഹായ് എന്ന് ടൈപ്പ് ചെയ്ത് ഞാൻ ഒന്നുകൂടി സെൻഡ് ചെയ്യാണ്. സെൻഡ് ചെയ്ത ഉടനെ തന്നെ നമുക്ക് ആ ഒരു ലൊക്കേഷൻ ഇവിടെ വന്നു കഴിഞ്ഞു. ബാറ്ററി പെർസെൻറ്റേജ് ഇപ്പോൾ 1% കുറഞ്ഞിട്ടുണ്ട്. കണ്ടോ, ഇവിടെ നെറ്റ്വർക്ക് മീഡിയം ആയിട്ടുണ്ട്. ഓക്കെ, ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ടും അവരുടെ ലൊക്കേഷൻ ഇവിടെ ഗൂഗിൾ മാപ്പ് ഓപ്പൺ ആയിട്ട് അവരുടെ ലൊക്കേഷൻ നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഡയറക്ഷൻ എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ലൊക്കേഷനിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഓക്കെ, അങ്ങനെ ഒരു പ്രധാനപ്പെട്ട ഗുണം ഈ ഒരു ആപ്ലിക്കേഷൻ്റെ അകത്തുണ്ട്. ഇനി ആ ഒരു മൊബൈലിൽ
തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ ഒന്നും വരില്ല കേട്ടോ. അതാ ഇതുപോലെ നോട്ടിഫിക്കേഷൻ ഒന്നും വരില്ല, പക്ഷേ മെസ്സേജ് ഇവിടെ വന്നതായിട്ട് കാണാൻ സാധിക്കും. അതൊന്ന് തുറന്നു നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ നിന്നും ലൊക്കേഷൻ സെൻഡായി പോയതായിട്ടും കാണാൻ സാധിക്കും. പക്ഷേ എങ്ങനെയെന്ന് അവർക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കില്ല. ഓക്കെ, അപ്പോൾ വളരെയധികം ഉപകാരപ്രദമായ നല്ലൊരു ആപ്ലിക്കേഷൻ തന്നെയാണ്. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. ഓക്കെ, ഇതൊരു ഹാക്കിങ്ങോ ട്രാക്കിങ്ങോ ഒന്നുമല്ല. ചില അത്യാവശ്യ ഘട്ടങ്ങളിൽ വളരെയധികം ഉപകാരപ്രദമാകുന്ന ഒരു പ്രത്യേക ആപ്ലിക്കേഷനാണ്. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക, എന്നിട്ട് തീർച്ചയായിട്ടും അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.